SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 15 ദിവസം തുടർച്ചയായി അവധിയെടുത്ത് കുടുംബസമേതം വിനോദയാത്ര നടത്തിയാൽ അതിനുള്ള യാത്രാ ചെലവ് സർക്കാർ നൽകും എന്നുള്ള LTC ലീവ് ട്രാവൽ കൺസെഷൻ എന്ന നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നത് 9ാം ശമ്പള പരിഷ്കരണ ഉത്തരവിലൂടെയാണ്. 2011 GOP 85/2011, GOP 5/2011, 28/2025 തീയതി 2/4/2025 എന്നീ ഉത്തരവുകളിലൂടെയാണ് ലീവ് ട്രാവൽ കൺസെഷൻ LTCയെ സംബന്ധിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. 15 വർഷം തുടർച്ചയായി സേവനം പൂർത്തിയായവർക്കാണ് ഈ LTC അനുവദിക്കുക. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് സ്കൂൾ കോളേജ് ജീവനക്കാർ, ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കാണ് LTC അനുവദിക്കുന്നത്. സർവീസിൽ ഒറ്റത്തവണയെ ഇത് അനുവദിക്കൂ. താൽക്കാലിക ജീവനക്കാർ, കരാർ ജീവനക്കാർ, ദിവസവേതന ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, റീ എംപ്ലോയിഡ് പെൻഷനേഴ്സ്, കൺസോൾട്ടേറ്റഡ് പേയിൽ ജോലി ചെയ്യുന്നവർ, സസ്പെൻഷനിലുള്ള ജീവനക്കാർ, മറ്റ് ജോലി ചെയ്യാൻ ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തിരിക്കുന്നവർ എന്നിവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അധ്യാപകർക്ക് വെക്കേഷൻ കാലത്ത് മാത്രമേ ഇത് അനുവദിക്കൂ. ഓണം, ക്രിസ്മസ് അവധി പറ്റില്ല. മറ്റ് ജീവനക്കാർ ക്രെഡിറ്റിലുള്ള അവധിയോ ശൂന്യവേതന അവധിയോ എടുത്ത് പരമാവധി 15 ദിവസം അവർക്ക് വിനോദയാത്ര നടത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ജീവനക്കാരൻ്റെ കുടുംബം എന്നതിൽ ജീവനക്കാർ അല്ലെങ്കിൽ ജീവനക്കാരൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവിവാഹിതരായ കുട്ടികൾ, നിയമപരമായി ദത്തെടുത്ത കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നു. ഇതിനായി എല്ലാ ജീവനക്കാരും കുടുംബാംഗങ്ങളുടെ പേര് വിവരം സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. LTCക്കായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരുകളും സർവീസ് ബുക്കിലെ പേരുകളും ഒന്നാണെന്ന് മേലധികാരി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഭാര്യയും ഭർത്താവും ജീവനക്കാരെങ്കിൽ ഒരാൾക്ക് മാത്രമേ LTC അനുവദിക്കൂ. ഇവരിൽ ഒരാൾ LTC വിനിയോഗിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. അതായത് ഒരു കുടുംബത്തിനു ഒരു പ്രാവശ്യം മാത്രം. വിനോദയാത്രയെ സംബന്ധിച്ച് വ്യക്തമായ വിവരണവും ഡിക്ലറേഷനും യാത്രയ്ക്ക് മുമ്പേ തന്നെ കൺട്രോളിംഗ് ഓഫീസർക്ക് രേഖാമൂലം നൽകിയിരിക്കണം. ഇത് നൽകിയതിന് ശേഷം പിന്നീട് തീയതി മാറ്റുകയോ യാത്രാ സ്ഥലം മാറ്റുകയോ ചെയ്യാനായിട്ട് പാടില്ല. യാത്ര കഴിഞ്ഞ് 3 മാസത്തിനകം ജീവനക്കാരൻ ബന്ധപ്പെട്ട എല്ലാ രേഖകളും അസൽ ടിക്കറ്റുകളും ഉൾപ്പെടെ കൺട്രോളിംഗ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. യാത്രയ്ക്ക് മുമ്പ് തന്നെ തുകയുടെ 90% അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി ക്ലെയിം ചെയ്യാം. ഇതിനുള്ള അപേക്ഷയോടൊപ്പം ടിക്കറ്റുകളുടെ പകർപ്പും നൽകേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് പ്രകാരമേ ഈ അഡ്വാൻസ് അനുവദിച്ച് കിട്ടൂ. അഡ്വാൻസ് ഇങ്ങനെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ യാത്രയ്ക്ക് ശേഷം 1 മാസത്തിനകം യാത്രയുടെ എല്ലാ തെളിവുകളും കൺട്രോളിംഗ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ പലിശ സഹിതം ഈ അഡ്വാൻസ് തുക അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്നും സ്പാർക്കിൽ നിന്നും ഈടാക്കുന്നതാണെന്നും സർക്കാരിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നു. യാത്ര ചെയ്യാവുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. പരമാവധി 6500 കിലോമീറ്ററാണ് യാത്രയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് ടു ആൻഡ് ഫ്രോ. ട്രെയിനോ റോഡോ എയർഫെയറോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിരക്കുകൾ ലഭിക്കും. യഥാർത്ഥത്തിൽ എത്രയാണോ ടിക്കറ്റ് നിരക്കുകൾ ഉള്ളത് അതാണ് ലഭിക്കുക.
KSR ടൂർ TA പറയുന്ന പ്രകാരമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ചുരുക്കത്തിൽ ഏത് വാഹനത്തിലാണോ സഞ്ചരിക്കുന്നത് ആ വാഹനത്തിൻ്റെ ടിക്കറ്റ് നിരക്ക് ടു ആൻഡ് ഫ്രോ മാത്രമേ ഈ LTC മുഖാന്തരം ലഭിക്കുകയുള്ളൂ. യാത്ര എപ്പോഴും ഷോർട്ടസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ആയിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓരോ ജീവനക്കാരും വാങ്ങിക്കുന്ന അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് വിനോദയാത്രയ്ക്ക് ഏത് ഫെസിലിറ്റിയാണ് ഉപയോഗിക്കാവുന്നുള്ളത് മനസ്സിലാക്കാവുന്നത്. KSR പ്രകാരം ടൂർ TA കാൽക്കുലേഷനും ഉദ്യോഗസ്ഥരെ 5 ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയും ആ ഗ്രേഡുകൾക്ക് തുല്യമായിട്ട് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണെങ്കിൽ 70,000 തൊട്ട് 1,66,800 വരെ ബേസിക് പേ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിനും ട്രെയിനിൽ സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യാവുന്നതാണ്. തുടർന്ന് 59,300 തൊട്ട് 68,400 വരെയാണ് ബേസിക് പേ വാങ്ങിക്കുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഗ്രേഡ് 2A ഉദ്യോഗസ്ഥനായിട്ടാണ് പരിഗണിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി അന്നേരം അവൈലബിൾ അല്ല എങ്കിൽ തൊട്ടുയർന്ന ഉദ്യോഗസ്ഥൻ്റെ സെക്കൻഡ് AC വേണമെങ്കിൽ ആസ്വദിക്കാവുന്നതാണ്. ബേസിക് പേ 39,300 തൊട്ട് 57,900 വരെയുള്ള ഉദ്യോഗസ്ഥരെ ഗ്രേഡ് 2B ഉദ്യോഗസ്ഥരായിട്ടാണ് പരിഗണിക്കുന്നത്. അവർക്ക് ട്രെയിനിൽ ഉപയോഗിക്കാവുന്ന ഫെസിലിറ്റി തേർഡ് AC ആണ്. അതോടൊപ്പം തന്നെ ഗ്രേഡ് 3 ഉദ്യോഗസ്ഥർ 25,100 തൊട്ട് 38,300 വരെ ബേസിക് പേ ഉള്ളവരെ ഗ്രേഡ് 3 ഉദ്യോഗസ്ഥരായിട്ട് പരിഗണിക്കുന്നു. അവർക്ക് അർഹതപ്പെട്ട ക്ലാസ് സെക്കൻഡ് ക്ലാസ്. നാലാമത്തെ ഗ്രേഡ് ഉദ്യോഗസ്ഥർ 24,400 മുതൽ 23,000 വരെ ബേസിക് പേ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരെ 4ാം ഗ്രേഡ് ഉദ്യോഗസ്ഥരായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് സെക്കൻഡ് ക്ലാസ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. വിമാനയാത്ര ഡിസ്റ്റൻസ് പരമാവധി ഏരിയൽ ഡിസ്റ്റൻസ് 2,500 കിലോമീറ്റർ വരെയാണ്. വൺ സൈഡ് ജേർണിക്ക് പരമാവധി 15,000 രൂപ വരെയോ അല്ലെങ്കിൽ യഥാർത്ഥ ചിലവോ ഏതാണോ കുറവ് അത് ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അർഹതപ്പെട്ട നിരക്ക് അതിലും കുറഞ്ഞാണ് യഥാർത്ഥത്തിലുള്ള ബില്ലുകൾ ഹാജരാക്കുന്നതെങ്കിൽ അതായിരിക്കും കൺട്രോളിംഗ് ഓഫീസർ നിയമത്തിൻ്റെ ബലത്തിൽ അനുവദിച്ച് നൽകുക. ഏതാണോ ഏറ്റവും കുറവ്, അർഹതപ്പെട്ടതിൽ ഉപരിയായിട്ട് പോകാനും പാടില്ല. അർഹതപ്പെട്ട ഫെസിലിറ്റിയും യഥാർത്ഥത്തിലുള്ള ഫെസിലിറ്റിയുടെ ബില്ലും കൂടി വെച്ച് നോക്കിയിട്ട് ഏതാണോ കുറവ് അതാണ് അനുവദിച്ച് നൽകുക. ഏത് യാത്രാമാർഗങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ യോഗ്യത അനുസരിച്ച് അർഹതപ്പെട്ട യാത്രാ നിരക്ക് അനുവദിച്ച് കിട്ടൂ. സർക്കാരിൻ്റെ കാലാകാലങ്ങളിലുള്ള അലോട്ട്മെൻ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ തുക ട്രഷറിയിൽ നിന്നും മാറിക്കിട്ടുക. ശുഭയാത്ര. താങ്ക് യു.